ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസിലാണ്. കാലവർഷം ശക്തമായതോടെ റോഡ് ഏതാണ് തോട് ഏതാണെന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കാലവർഷം ശക്തിയാർജിച്ചതോടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളികളും ടൂ വീലർ യാത്രക്കാരും ഒക്കെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു പ്രദേശത്ത് ദിനംപ്രതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇവിടുത്തെ ഓട്ടോ ജീവനക്കാർ ചേരുകയാണ്. നിരന്തരമായി ഒരുപാട് അപകടങ്ങൾ ഇവിടെ ദിനംപ്രതി നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടായതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രയാസം തന്നെയല്ലേ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നേരിടുന്നത്? അതെ അതെ. ഇന്ന് രാവിലെ ഒരു സ്കൂട്ടിക്കാരൻ അതുപോലെ വീണിട്ട് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം വേറൊരു സ്കൂട്ടിക്കാരൻ വന്ന് വീണിട്ടുണ്ട്. ഇത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം എന്ന രീതിക്കാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. ബൈക്കുകാർ പരിചയമില്ലാത്ത റോഡുകാരൊക്കെ വരുമ്പോൾ ഈ കുണ്ടിൽ വീഴുകയാണ്. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു തന്നെയുള്ളൂ. പക്ഷേ ഒരുവിധം ചെറിയൊരു കുഴിയാനോ ഈ കല്ലിട്ടാണ് ആകെ ഇതാണ്. പിന്നെ അത് വളരെ വലിയ പ്രയാസം തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു വണ്ടിക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഭയങ്കര ബ്ലോക്ക്. 2-3 ദിവസം മുമ്പുള്ള മഴയിട്ട് ഉണ്ടായ കുഴിയാണിത്. ഇതിന് അധികൃതരുടെ അനാസ്ഥയാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുഴിയാവുകയാണ്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അന്ന് ഇവർ ഒരു ഒപ്പിക്കൽ പരിപാടി പോലെ ഇതൊന്ന് ജസ്റ്റ് അടച്ചു പോയി. വീണ്ടും ഒരു മഴ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈപ്പാസിന് കയറിയാലും അത് തന്നെയാണ് അവസ്ഥ. ഇവിടുത്തെ റോഡുകളെല്ലാം ഒന്നാമത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം ഇവിടുന്ന് പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഈ വെള്ളക്കെട്ടുകൾ ഇവിടുന്ന് മാറാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കണം. അതിനുശേഷം ഈ റോഡുകൾ ശരിയാക്കിയിട്ട് കാര്യം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നത്. അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് റോഡുകൾ ശരിയാക്കണം. കാരണം ഇത് ഒരു ഹൈവേ ആണ്. പ്രത്യേകിച്ച് ആംബുലൻസുകൾ രോഗികൾ എല്ലാം ഒരു ഹോസ്പിറ്റൽ നഗരമായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, കൂടുതലായിട്ട് ആംബുലൻസുകളെല്ലാം പോകുന്നതാണ്. റോഡ് പൊളിഞ്ഞതിന്റെയും വെള്ളക്കെട്ടിന്റെയും അപകടങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും ഇവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വെള്ള വരകൾ മാത്രമാണ്. സീബ്ര ലൈൻ ഉണ്ടെന്ന് തോന്നിക്കും വിധം പോലും ഇല്ലാത്ത വെറും വരകൾ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതും വലിയ അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. മാഞ്ഞു തുടങ്ങിയ വെറും വെള്ള വരകൾ മാത്രമാണ് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.